എല്ലാവർക്കും സ്നേഹവന്ദനം. സുംബ ഡാൻസ് വിവാദം കൊഴുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വിസ്ഡം ഗ്രൂപ്പിലെ അതിൻ്റെ സെക്രട്ടറി ആയിരിക്കുന്ന ഒരു അധ്യാപകൻ, അദ്ദേഹത്തിന് സസ്പെൻഷൻ വരും എന്നുള്ള ഒരു നിലവാരത്തിലേക്ക് എത്തിയിരിക്കുന്നു. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മതവും ആ ഡാൻസ് കളിക്കുവാൻ എൻ്റെ സമൂഹത്തെ പ്രേരിപ്പിക്കുന്നില്ല എന്നുള്ള ആ ഉറച്ച നിലപാടിൽ എനിക്ക് സസ്പെൻഷൻ വന്നാലും എന്ത് നിയമ നടപടികൾ വന്നാലും സാരമില്ല എന്ന് അദ്ദേഹം വളരെ കൃത്യമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയും എഴുതിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. അദ്ദേഹത്തിൻ്റെ അനുചരന്മാരും മെഡിക്കൽ വിദ്യാർത്ഥികളാകട്ടെ മറ്റു പല മേഖലകളിലുള്ള ഉന്നത ഉദ്യോഗസ്ഥന്മാരാകട്ടെ അവരെല്ലാവരും തന്നെ ആ ഒരു തീരുമാനത്തിൽ തന്നെയാണ്. അപ്പോൾ ഈ സൂംബ ഡാൻസിനെ കുറിച്ച് ഇങ്ങനെ വിവാദങ്ങൾ കൊഴുക്കുമ്പോൾ പല ആളുകളും, പ്രത്യേകിച്ച് പല സ്ഥലങ്ങളിൽ ആയിരിക്കുന്ന ആളുകൾ ഇതിനെക്കുറിച്ച് കൃത്യമായ വിവരങ്ങളില്ലാത്തവർ എനിക്ക് എഴുതി ചോദിക്കുന്നു, ചിലർ വിളിച്ചു ചോദിക്കുന്നു, വെച്ചാൽ യഥാർത്ഥത്തിൽ എന്താ ഇത് ക്രൈസ്തവ വിശ്വാസികൾക്ക് സൂംബ ഡാൻസ് കളിക്കാൻ പറ്റുമോ, നമ്മുടെ കുട്ടികളെ ഇത് കളിപ്പിക്കാൻ പറ്റുമോ ഇത്യാദി ചോദ്യങ്ങൾ ധാരാളമായിട്ട് വരുന്നു. ഞാനിത് കുട്ടികൾക്ക് വേണ്ടിയിട്ടും മുതിർന്നവർക്ക് വേണ്ടിയിട്ടും കൂടിയാണ് സംസാരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ ആകെത്തുകയിലേക്കൊന്ന് വരാം, അതായിരിക്കും നല്ലത് അല്ലേ. അപ്പം സൂംബ ഡാൻസ് എന്ന് പറയുന്നത് യാദൃച്ഛികമായി രൂപപ്പെട്ട ഒരു സംഗീത വ്യായാമമാണ്. 1990കളിൽ കൊളംബിയയിലുള്ള കാലിയിൽ ഫിറ്റ്നസ് പരീക്ഷകനായിരുന്ന ഒരു ആൽബർട്ടോ ബീറ്റോ പെരേസ് എന്ന് പറയുന്ന ഒരു അധ്യാപകൻ തൻ്റെ എയറോബിക്സ് ക്ലാസ്സുകളിൽ സാധാരണയായി വായിക്കുന്ന സംഗീതം ഉൾക്കൊള്ളുന്ന ഒരു കാസറ്റ് മറന്നുവെച്ചു. തുടർന്ന് അദ്ദേഹം തൻ്റെ പക്കലുണ്ടായിരുന്ന മറ്റ് കാസറ്റുകൾ എടുത്ത് അതിലുള്ള ഗാനങ്ങളൊക്കെ വായിക്കാൻ തുടങ്ങി. അത് പ്രധാനമായും സൽസ സംഗീതവും പോലെയുള്ള ലാറ്റിൻ അമേരിക്കൻ സംഗീത കാര്യങ്ങളായിരുന്നു. തുടർന്ന് അദ്ദേഹം തൻ്റെ എയറോബിക്സ് ക്ലാസ് ഈ അസാധാരണ സംഗീതത്തിലേക്ക് അവതരിപ്പിച്ചു. അത് അദ്ദേഹത്തിന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ആ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും വളരെ ചാരിതാർത്ഥ്യമുളവാക്കി. അവരൊക്കെ ഭയങ്കര ഇഷ്ടത്തിലായി. അവർ പറഞ്ഞു ഇത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് അവരതിനൊരു പേരിട്ടു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാവിങ് ഫൺ ആൻഡ് മൂവ് ഫാസ്റ്റ്, ആസ്വദിക്കുക അല്ലെങ്കിൽ വേഗത്തിൽ നീങ്ങുക എന്നർത്ഥം വരുന്ന കൊളംബിയൻ ഭാഷയിൽ നിന്നാണ് സുംബ എന്ന പേര് ഉരുത്തിരിഞ്ഞത്. പെരേസ് പിന്നീട് ഈ പദത്തിന് പുതുതായി നേടിയ നൃത്തത്തിനും അദ്ദേഹം പേറ്റന്റ് നേടുകയും അതിൽ വളരെ വിജയിക്കുകയും ചെയ്തു. ലോകവ്യാപകമായിട്ട് തന്നെ പെരസിന്റെ അഭിപ്രായത്തിൽ ഇത് ഏകദേശം ലോകമെമ്പാടുമായി ഇപ്പോൾ ഏകദേശം 15 ദശലക്ഷം നർത്തകർ അല്ലെങ്കിൽ ഡാൻസുകാർ പതിവായിട്ട് സുംബ ഡാൻസിൽ പങ്കെടുക്കുന്നു. 180 രാജ്യങ്ങളിലായിട്ട് 2 ലക്ഷത്തിലധികം സ്ഥലങ്ങളിൽ പരിശീലനം ലഭിച്ച സൂംബ അധ്യാപകരുമുണ്ട് എന്ന് പറയുന്നു. 90കളിലെ ആദ്യത്തെ സൂംബ ക്ലാസ്സുകൾ എന്ന പോലെ ആളുകൾ ഇപ്പോഴും പ്രധാനമായും ലാറ്റിൻ അമേരിക്കൻ സംഗീതത്തിലാണ് നൃത്തം ചെയ്യുകയും പരിശീലിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. സംഗീതത്തിൻ്റെ താളത്തിനനുസരിച്ച് വ്യക്തിഗത ഗാനങ്ങൾക്കാണ് നൃത്ത സംവിധാനങ്ങൾ പരിശീലിക്കുന്നത്. ഈ ഗാനങ്ങൾ സാധാരണയായിട്ട് വളരെ ഉന്മേഷദായകവും നൃത്തം പോലെ തന്നെ രസകരവുമായിട്ടാണ് ഇതിൽ പങ്കെടുക്കുന്ന ആളുകളൊക്കെ പറയാറുള്ളത്. സൂംബയിൽ കേൾക്കുന്ന ക്ലാസിക്കൽ സംഗീത ശൈലികളിൽ സൽസ, ടാംഗോ, റെഗാറ്റൺ, ഹിപ്പ് ഹോപ്പ്, മാംബോ, ഫ്ലെമെൻകോ എന്നിവയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നിരവധി വ്യത്യസ്ത സംഗീത ശൈലികളുടെയും നൃത്തങ്ങളുടെയും നല്ല ഒരു മിശ്രിതമാണ് സുംബയിൽ ഉൾപ്പെടുത്തിയതിനാൽ ഇത് വ്യത്യസ്ത നൃത്ത ശൈലികളുടെ പ്രോഗ്രാമുകളെന്ന് നമുക്ക് വേണമെങ്കിൽ ഇതിനെ വിളിക്കാം. കാരണം അവ വ്യത്യസ്ത തരം കോഴ്സുകളുമാണ്. നമുക്ക് ഇതിനകത്ത് പല കോഴ്സുകൾ ഉള്ളതായിട്ട് കേട്ടിട്ടുണ്ട്. വ്യത്യസ്തമായ പ്രധാനമായും പ്രായപരിധിയിലും തീവ്രതയിലുമാണ് ഈ കോഴ്സുകൾ ഓരോന്നും അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എന്നിരുന്നാലും മൊത്തത്തിൽ സുംബയിൽ എല്ലാവർക്കും വേണ്ടി എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് കാണാനായിട്ട് സാധിക്കും. സുംബ ബേസിക് എന്ന് പറഞ്ഞിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള, ഇപ്പോൾ നമ്മുടെ സ്കൂളുകളിലൊക്കെ നടത്തുന്നത് സുംബ ബേസിക് പ്രോഗ്രാമാണ്. ഈ നൃത്ത വ്യായാമം ആരംഭിക്കുന്നതിന് സുംബ നൃത്തത്തിൻ്റെ അടിസ്ഥാന പതിപ്പ് വളരെ അവരെ പ്രയോജനപ്പെടുത്തുന്നു. തുടക്കത്തിൽ സങ്കീർണമല്ലാത്ത കുറച്ച് അടിസ്ഥാന ഘട്ടങ്ങൾ മാത്രമേ ഇതിനുള്ളൂ. സാധാരണ സുംബയുടെ സ്റ്റെപ്പ് എയറോബിക്സും സംയോജിപ്പിച്ചിട്ട് സുംബ സ്റ്റെപ്പ് വ്യായാമം ചെയ്യിക്കുന്നതാണ് ഒരു രീതി. ഇതിനായിട്ട് ഒരു സ്റ്റെപ്പ് ബോർഡ് ചേർത്തിട്ടുണ്ട്. അതുവഴി ഇതിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് ഈ സ്റ്റെപ്പിലെ ചുവടുകൾ വയ്ക്കാൻ കഴിയുകയും ഇത് പ്രധാനമായും ഏകോപനത്തെയും പരിശീലിപ്പിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ശരീരത്തിലുള്ള പേശികളെയൊക്കെ അത് കുറേ കൂടെയൊക്കെ വ്യായാമത്തിലേക്ക് അല്ലെങ്കിൽ അത് റിലാക്സ് ചെയ്യിക്കുന്നു. എന്നിരുന്നാലും ഇത് സുംബ സ്റ്റെപ്പിനെ സംബന്ധിച്ച് ബേസിക്കിനേക്കാൾ വളരെ തീവ്രതയാണ്. രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ വേഗത്തിലും സ്പീഡിലും ഒക്കെ ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ്. അത് സുംബോ കിഡ്സ് കുട്ടികളെ പരിശീലിപ്പിക്കാൻ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അവർക്ക് സംഗീതത്തിലേക്ക് മാറാനും
നൃത്തരൂപങ്ങൾ പരിശീലിക്കാനും ഇത് മുഖാന്തരം അവസരം ലഭിക്കുകയാണ്. ഇത് കുട്ടികളുടെ ആരോഗ്യത്തിന് നല്ലതെന്ന് മാത്രമല്ല അവരുടെ ഏകാഗ്രതയും വർദ്ധിപ്പിക്കുകയാണ്. കൂടാതെ മറ്റു കുട്ടികളുമായിട്ട് അവർക്ക് ഒരുമിച്ച് ഒരു ടീം വർക്ക് ചെയ്യാൻ തക്കവണ്ണം ആ ടീം വർക്ക് ആസ്വദിക്കാനായിട്ടും അവരെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ കൂടെ കുട്ടികൾക്ക് ലഭിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഗുണം. അപ്പോൾ ഇതിൽ ഉന്മേഷദായകമായ സംഗീതം, താളാത്മകമായ ദിനചര്യകൾ, ഗ്രൂപ്പ് പങ്കാളിത്തം എന്നിവ ഉൾപ്പെടുന്നത് നേരത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളത് കേട്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കേൾക്കുന്നത് നന്നായിരിക്കും. അതുകൊണ്ടുണ്ടാകുന്ന ഗുണം എന്താണ്? കാലക്രമേണ ഹൃദയരോഗം മെച്ചപ്പെടുത്തുന്നതിനും ഏകോപനം വർദ്ധിപ്പിക്കുന്നതിനും ഭാരം നിയന്ത്രിക്കുന്നതിനും ഒരു രസകരമായ മാർഗമായിട്ടിത് ലോകം എമ്പാടും അംഗീകരിച്ചിരിക്കുകയാണ്. ഇതിൽ പങ്കെടുക്കുന്നവർ പലപ്പോഴും അതിൻ്റെ ആസ്വാദ്യകരമായ അന്തരീക്ഷത്തെയും സമൂഹ ബോധത്തെയും കുറിച്ച് വളരെ നന്നായിട്ട് പറയാറുണ്ട്. അപ്പോൾ ന്യായമായി ഉദിക്കുന്ന ഒരു ചോദ്യം, ക്രിസ്തീയ വിശ്വാസികൾ സുംബ പരിശീലിക്കുന്നത് അനുയോജ്യമാണ്? ഒരുപാട് സോ കോൾഡ് വിശ്വാസത്തിന് ക്ലൈമാക്സിൽ നിൽക്കുന്ന വിശ്വാസികൾ എനിക്ക് ചില വീഡിയോകളിലൊക്കെ അടിക്കുറിപ്പിൽ എഴുതി ഇതിനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു വിശ്വാസിക്ക് ചേർന്നല്ല അച്ഛൻ പറയുന്നത് എന്നൊക്കെ. ഞാൻ വിശ്വാസികൾക്ക് ചേരാത്തൊന്നും പറയാറില്ല, പഠിപ്പിക്കാറില്ല. ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇതെന്ത് പറയുന്നു എന്നുള്ളതിനെ ആസ്പദമാക്കിയും അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയാണ് പറയാറുള്ളത്. ദൈവാത്മാവും എന്നിലും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതോടുകൂടെ ഇനി നിങ്ങളുടെ ചോദ്യത്തിലേക്ക് വരികയാണ്. ഈ സൂംബ നൃത്തത്തിൻ്റെ കാര്യങ്ങൾ ബൈബിൾ അംഗീകരിക്കുന്നുണ്ട്. നമുക്ക് ബൈബിളിലെ നൃത്തത്തിൻ്റെ വിവിധ ഉദാഹരണങ്ങളൊന്ന് നോക്കാം. ദൈവജനം ആഘോഷത്തിൻ്റെയും ആരാധനയുടെയും ഭാഗമായിട്ട് ഡാൻസ് ഉപയോഗിച്ചിരുന്ന സന്ദർഭങ്ങൾ തിരുവെഴുത്ത് വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബൈബിൾ വായിക്കുന്നവർക്ക് അതറിയാം. ഉദാഹരണം പറയാം. ഇസ്രായേൽ മക്കളും ഇസ്രയേലിൽ നിന്നിങ്ങനെ വരികയാണ്. അവർ വരുന്ന സമയത്ത് ചെങ്കടൽ, അവിടുത്തെ ആ റെഡ് സീ ക്രോസ് ചെയ്ത് കഴിഞ്ഞ സമയത്ത് അവരെ നയിച്ചു കൊണ്ടുവരുന്നതായിട്ടുള്ള മോസസിൻ്റെയും അഹ്റോൻ്റെയും സഹോദരി മിരിയാം, ആ മിരിയത്തിനെ കുറിച്ചാണ് ഖുറാനിൽ പറഞ്ഞിരിക്കുന്നത്, അല്ലാതെ നമ്മുടെ കർത്താവിൻ്റെ മാതാവിനെ കുറിച്ചല്ല. അത് ഇടയ്ക്കൊന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ആ മിരിയാം സ്ത്രീകളെ എല്ലാവരെയും കൂടെ കൂട്ടിക്കൊണ്ട് തപ്പുകളൊക്കെ എടുത്ത് വാദ്യമേളങ്ങളോടുകൂടെ ദൈവത്തെ സ്തുതിക്കുന്നതായിട്ടുള്ള മനോഹരമായ കാഴ്ച നമുക്ക് പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 20-ഉം 21-ഉം വാക്യങ്ങളിൽ കാണാം. അതൊരു വിജയാഹ്ലാദത്തിൻ്റെ ആയിട്ടുള്ള ഒരു നൃത്തമായിട്ടാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവം അവർക്ക് വിജയം കൊടുത്തു, അവരുടെ ശത്രുക്കളിൽ നിന്ന് അവരെ രക്ഷിച്ചു. അവരുടെ മുമ്പിലുണ്ടായിരുന്ന വലിയ ആ റെഡ് സീയിലെ ക്രോസ് ചെയ്ത് വരുവാൻ തക്കവണ്ണം ദൈവാത്മാവിൻ്റെ പ്രവൃത്തി അവരിൽ നടന്ന ആ കാര്യങ്ങളെ ഓർക്കുമ്പോൾ അവർക്ക് ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അതുപോലെ ഇസ്രായേലിയ ആരാധനയിൽ സന്തോഷകരമായ പ്രകടനങ്ങൾ പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നു. അവർ നൃത്തം ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ നാമത്തെ സ്തുതിക്കട്ടെ, തപ്പും വീണയും കൊണ്ട് കർത്താവിന് കീർത്തനം ചെയ്യട്ടെ എന്ന സങ്കീർത്തനം 149-ൻ്റെ 3-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. അതിന് വേറൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ദാവീദ് രാജാവും ഒരു തീക്ഷ്ണമായ ഭക്തി പ്രകടനമായി കർത്താവിൻ്റെ മുമ്പാകെ നൃത്തം ചെയ്തതായിട്ട് 2 ശമൂവേൽ 6-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു. അപ്പോൾ ചില ആളുകൾ ദൈവത്തെ ആരാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സൈലൻ്റ് ആയിട്ടിരിക്കണം, അങ്ങനെ ദൈവത്തെ ആരാധിക്കാം. വേറെ ചില ആളുകൾ വളരെ ബഹളങ്ങളൊക്കെ വെക്കും, അങ്ങനെ ദൈവത്തെ ആരാധിക്കാം. ഇനി ഇതിൻ്റെയൊക്കെ മിഡിലായിട്ടുള്ളതുണ്ട്, അതുമാകാം. അല്ലെങ്കിൽ വെറും ചൊല്ലുകൾ കൊണ്ട് അതുമാകാം. അതിനൊക്കെ പൂർണ്ണ സ്വാതന്ത്ര്യം ദൈവവചനം തരുന്നുണ്ട്. അതാണ് ദൈവവചനത്തിൻ്റെ പ്രത്യേകത. നാം സേവിക്കുന്ന, നമ്മെ സ്നേഹിക്കുന്നവനായ ദൈവം അതിനുള്ള ഫ്രീഡം, കാരണം നമ്മുടെ ഹൃദയവും നമ്മുടെ മനസ്സും ദൈവസന്നിധിയിൽ ഏകാഗ്രമാണോ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്നതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്, നോക്കുന്നത്. അല്ലാതെ നമ്മുടെ താളമേളങ്ങളുടെ കൊഴുപ്പോ അതിൻ്റെ മഹത്വമോ അല്ലെങ്കിൽ അതിനകത്തെ ഈ പെർഫോമൻസ് ഒന്നുമല്ല ദൈവം നോക്കുന്നതെന്ന് മാത്രം ദൈവമക്കൾ അറിഞ്ഞാൽ മതി. അപ്പം സന്തോഷവും സ്തുതിയും പ്രകടിപ്പിക്കുന്നതിനുള്ള സ്വീകാര്യമായ ഒരു രൂപമായി നൃത്തം മാറാമെന്ന് ദൈവവചനം കേട്ടതിൽ നിന്ന് നമുക്ക് മനസ്സിലായല്ലോ. അപ്പം അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. അതിനകത്ത് നൃത്തങ്ങൾ ചിലപ്പോൾ അധാർമികതയിലേക്കും വിഗ്രഹാരാധനയിലേക്കും മാത്രമല്ല ചിലപ്പോൾ അനുചിതമായ പ്രകടനങ്ങളിലേക്കൊക്കെ നയിക്കുന്ന ഒരു ദുരുപയോഗം ചെയ്യാവുന്ന സന്ദർഭങ്ങളായും നൃത്തത്തെ വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൽ അവരൊരു വിഗ്രഹത്തെ ഉണ്ടാക്കി അതിൻ്റെ മുമ്പാകെ അവിടെ താളമേളങ്ങളോടുകൂടെ വാദ്യമേളങ്ങളോടുകൂടെ അവിടെ ബഹളങ്ങൾ വെച്ചതിനെക്കുറിച്ചൊക്കെ നമ്മൾ പുറപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നു. 32-ാം അധ്യായത്തിൽ അതിൻ്റെ 19-ാം വാക്യം വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അവിടെ ആളുകളുടെ നൃത്തം വിഗ്രഹാരാധനയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയായിരുന്നു. അത് നമ്മൾ വളരെ കോഷ്യസ് ആയിരിക്കണം.
നമ്മളെ ഡാൻസ് കളിക്കാനും പാട്ട് പാടാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം നമുക്കുള്ളപ്പോൾ തന്നെ അതേത് മനോഭാവത്തോടുകൂടെ എന്തിനു വേണ്ടി, ആർക്കു വേണ്ടി എന്നുള്ള ചോദ്യം കൂടെ നമ്മുടെ മനസ്സിൽ നിന്ന് ഉയരണം. അതിനാൽ ആധുനിക നൃത്തരൂപങ്ങളെയും വ്യായാമങ്ങളെയും വിലയിരുത്തുമ്പോൾ വിവേചന അധികാരം വളരെ പ്രധാനപ്പെട്ടാണ്. ദൈവമക്കൾ അതാണ് അറിയേണ്ടത്. ശാരീരിക ആരോഗ്യം നിലനിർത്തുന്നതിനെക്കുറിച്ച് ബൈബിളിൽ വളരെയധികം നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ശാരീരിക വ്യായാമം പ്രശംസിക്കപ്പെടുന്നതായിട്ട് നമ്മൾ 1 തിമോത്തിയോസ് 4-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ വിശ്വാസികൾ പരിശുദ്ധാത്മാവിൻ്റെ ആലയമായി അവരുടെ ശരീരങ്ങളെ പരിപാലിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്ന നിരവധി വാക്യങ്ങൾ നമുക്ക് കാണാം. കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 19-20 വാക്യങ്ങളിൽ നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ, അതുകൊണ്ട് നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അപ്പോൾ നമ്മുടെ ശരീരം ദൈവത്തിന് മഹത്വം കയറ്റാൻ വേണ്ടിയുള്ളതാണ്. അതിങ്ങനെ സൈലൻ്റായിട്ട് പിത്തം പിടിച്ചിരിക്കാനായിട്ടുള്ളതല്ല. അതുകൊണ്ട് ദൈവത്തിന് മഹത്വം കയറ്റാനായിട്ട് നമ്മുടെ ശരീരം കൊണ്ട് സാധിക്കണം. അപ്പോൾ സുംബ പോലെയുള്ള നൃത്താധിഷ്ഠിത വ്യായാമങ്ങൾ ഉൾപ്പെടെ നിരവധി ഫിറ്റ്നസ് സംബന്ധിയായ പ്രവർത്തനങ്ങൾ ഒരാളുടെ ശാരീരിക ആരോഗ്യത്തെ ഉത്തരവാദിത്വത്തോടെ പരിപാലിക്കുന്നതിൻ്റെ ഭാഗമായി നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് സാധിക്കും. വൈദ്യശാസ്ത്രത്തിൻ്റെയും ബിഹേവിയറൽ ശാസ്ത്രത്തിൻ്റെയും വീക്ഷണകോണിൽ നിന്ന് നോക്കുമ്പോൾ ഹൃദയ സംബന്ധമായ പ്രവർത്തനം അല്ലെങ്കിൽ സമ്മർദ്ദ നിയന്ത്രണം, നമ്മുടെ ഈ പ്രഷറൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ സ്ട്രെസ്സൊക്കെ. ഇന്നലെ ഞാൻ ഒരു വ്യക്തി ആശുപത്രിയിൽ പോയി അവിടുന്ന് സ്ട്രെസ്സ് ബാധിച്ചിട്ട് ആ വ്യക്തിയുടെ മാനസിക പ്രശ്നം കൊണ്ട് ചെസ്റ്റ് പെയിനൊക്കെ വന്ന് ആശുപത്രിയിൽ ആൻജിയോഗ്രാമൊക്കെ ചെയ്യേണ്ടി വന്നു. അപ്പം ഈ സ്ട്രെസ്സ് ജോലി സംബന്ധമായിട്ടും കുടുംബ സംബന്ധമായിട്ടൊക്കെ ഒരുപാട് സ്ട്രെസ്സ് അനുഭവിക്കുന്നവരാണ് നമ്മളിൽ പലരും. പ്രത്യേകിച്ച് അച്ഛന്മാരായിട്ടുള്ള ഞങ്ങൾക്കൊക്കെ ഇങ്ങനെ ഒരുപാട് സ്ട്രെസ്സുണ്ട്. കാരണം ഞങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളോ കുടുംബപരമായ കാര്യങ്ങളോ അല്ലെങ്കിൽ സമൂഹത്തിലെ ഇടവേള മാത്രം പോരല്ലോ, സമൂഹത്തിൻ്റെ ഒക്കെ ഒരുപാട് കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിന് ഒരുപാട് സ്ട്രെസ്സൊക്കെ വരും. അപ്പോൾ അതിനൊക്കെ ഒരു നിയന്ത്രണം വരാനായിട്ട്, അതിൽ നിന്നൊരു മാറ്റം വരാനായിട്ട് നമുക്ക് ഈ മൊത്തത്തിലുള്ള മാനസികാവസ്ഥ മെച്ചപ്പെടുത്തുവാനായിട്ട് എയറോബിക് വ്യായാമം സഹായിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു കാര്യം. വർഷങ്ങളായിട്ട് ഒരുപാട് യൂണിവേഴ്സിറ്റികളിലും ആരോഗ്യ സംഘടനകളിലും ഒക്കെ അവർ വളരെ കൃത്യമായിട്ട് ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങൾക്ക് വേണ്ടിയിട്ട് സമാഹരിച്ച അനക്ഡോട്ടൽ ക്ലിനിക്കിൽ അതിൻ്റെ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ പറയുന്നത് ഗ്രൂപ്പ് വ്യായാമം സ്ഥിരമായ പങ്കാളിത്തത്തെ പ്രചോദിപ്പിക്കുകയും സാമൂഹ്യ പുരോഗതി വ്യക്തികളിലും സമൂഹത്തിലും നൽകുകയും ചെയ്യുന്നു. നോക്കിയേ, ഒരു വ്യക്തി ഈ സൂംബ ഡാൻസ് പോലുള്ള ഡാൻസുകൾ അല്ലെങ്കിൽ കായിക അഭ്യാസങ്ങളിൽ പങ്കെടുക്കുമ്പോൾ ആ വ്യക്തിക്ക് സമൂഹത്തോട് പ്രതിബദ്ധത ഉണ്ടാകുന്നു, വ്യക്തിപരമായിട്ടുള്ള പുരോഗതി ഉണ്ടാകുന്നു, അത് കുടുംബത്തിലും പ്രതിഫലിക്കുന്നു. അപ്പം ഇതൊരു പോസിറ്റീവ് ഫലങ്ങൾ തരുന്നതായിട്ടാണ് പഠനങ്ങൾ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു പോസിറ്റീവ് എനർജി നമ്മൾ വളർത്തിയെടുക്കുകയാണെങ്കിൽ അത് ശരീരത്തിൻ്റെ നല്ല മാനേജ്മെൻറ്റായിട്ട് നമുക്ക് കണക്കാക്കാനായിട്ട് സാധിക്കും. സംഗീതം, അവയുടെ പശ്ചാത്തലം, അതോടൊപ്പം തന്നെ നമ്മുടെ മോഡസ്റ്റി, ഇവയെക്കുറിച്ചുള്ള ആശങ്കകളാണ് വിശ്വാസികൾക്ക് കൂടുതൽ ചോദ്യങ്ങളിലേക്ക് നയിക്കുന്നതെന്ന് എനിക്കറിയാം. നിങ്ങളുടെ ചോദ്യങ്ങൾ പലതും അതായിരുന്നു. അതിലെ പാട്ടുകൾ ശരിയാണോ, അതിലെ വസ്ത്രധാരണങ്ങൾ ശരിയാണോ, ഇതൊക്കെ പലപ്പോഴും നമ്മൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അല്ലേ. ചില സുംബ ക്ലാസ്സുകൾ ഉപയോഗിക്കുന്ന സംഗീതത്തിൻ്റെയും നൃത്തചലനങ്ങളുടെയും ശൈലി സുംബ സെഷനുകളിലെ പല ഗാനങ്ങളിലും മതേതര വരികൾ ഉൾപ്പെടുന്നു, അല്ലെങ്കിൽ നമുക്ക് യോജ്യമല്ലാത്ത പാട്ടുകൾ അതിനകത്തുണ്ട് എന്നുള്ളതാണ്. അവയിൽ ബൈബിൾ മൂല്യങ്ങൾക്ക് വിരുദ്ധമായ ഉള്ളടക്കം ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതും അതോടൊപ്പം തന്നെ അതിനനുസരിച്ചുള്ള നൃത്തച്ചുവടുകളാണോ പലപ്പോഴും നമ്മൾ വെക്കുന്നതെന്നും അതുകൊണ്ട് നമ്മുടെ ഇന്ദ്രിയങ്ങളെ പ്രലോഭനങ്ങളിലേക്ക് വഴിതിരിക്കുമോ, അവ പ്രത്യക്ഷമായോ പരോക്ഷമായോ ലൈംഗിക വികാരങ്ങളെ തെറ്റായ രീതിയിൽ ഉത്തേജിപ്പിക്കുമോ എന്ന ആശങ്കയാണ് ഇത്തരക്കാരുടേത്. അത് വളരെ ന്യായമായ ആശങ്കയാണ്. അതിനെ ഒരിക്കലും കുറ്റപ്പെടുത്താൻ കഴിയുകയില്ല. അതിന് നമ്മൾ അഡ്രസ്സ് ചെയ്തെങ്കിലേ പറ്റുള്ളൂ. അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കി കൃത്യമായി അതിനെക്കുറിച്ച് പരിശോധിച്ചേ പറ്റുള്ളൂ. വിശുദ്ധ യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 14-15 വാക്യങ്ങളിൽ അതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. നമ്മുടെ ഉള്ളിൽ നിന്നാണ് ആ വികാരങ്ങൾ പ്രലോഭനങ്ങളായിട്ടൊക്കെ വരാൻ ചാൻസ് ഉള്ളത്. അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കണം അതിനെക്കുറിച്ച്. അല്ലെങ്കിൽ ചില ഗാനങ്ങളുടെയും ചലനങ്ങളുടെയും വ്യക്തമായ സ്വഭാവം നമ്മുടെ ആത്മീയതയ്ക്ക് ഒരു തടസ്സമായി കാണാം എന്ന് തന്നെയാണ് പറയുന്നത്. അത് വിശുദ്ധ ബൈബിളിലെ റോമാലേഖനം 14-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിലും ഈ പ്രശ്നം ഉന്നയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റൊരു
തലം നമ്മൾ ചിന്തിക്കേണ്ടുന്ന വസ്ത്രധാരണത്തെക്കുറിച്ചാണ്. അതൊരു വലിയ പ്രശ്നമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ വിസ്ഡംകാരെ പോലുള്ള ആളുകൾ അല്ലെങ്കിൽ മുസ്ലിം സഹോദരങ്ങൾ ഇതിൽ നിന്ന് മാറി നിൽക്കുമെന്ന് പറയുന്നത് വസ്ത്രധാരണത്തെക്കുറിച്ച് പറയുന്നതാണ്. അപ്പോൾ എല്ലാ പ്രായക്കാർക്കും സംസ്കാരങ്ങൾക്കും വേണ്ടിയുള്ള ഒരു പ്രത്യേക വസ്ത്രധാരണ രീതിയൊന്നും വിശുദ്ധ ബൈബിൾ നിർദ്ദേശിക്കുന്നില്ല. ഓരോരുത്തർക്കും ഓരോ രാജ്യത്തിൻ്റെ കൾച്ചർ അനുസരിച്ചുള്ള വസ്ത്രം ധരിക്കാനായിട്ട് സാധിക്കും. അല്ലാതെ നമ്മളെല്ലാവരും പർദ്ദ ഇടണമെന്നൊന്നും ബൈബിളിൽ പറഞ്ഞിട്ടില്ല, അങ്ങനെ നിഷ്കർഷിക്കുന്നില്ല. അതൊരു ബാധകമല്ല. വസ്ത്രധാരണം ഓരോ കൾച്ചറിന് യോജ്യമായ രീതിയിൽ തന്നെ ആയിരിക്കണം എന്നുള്ളതാണ്. അത് ആവർത്തിച്ച് നമ്മുടെ മോഡസ്റ്റിക്ക് ആവശ്യമായിരിക്കുന്നതിനെക്കുറിച്ച് വിശുദ്ധ ബൈബിളിൽ പറയുന്നുണ്ട്. 1 തിമോത്തിയോസ് 2-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം സുബോധത്തോടുകൂടെ പരിജ്ഞാനത്തോടുകൂടെ വസ്ത്രധാരണം നടത്തണം എന്നുള്ളതാണ്. മറ്റൊരാൾക്ക് പ്രലോഭനമുണ്ടാകുന്ന വിധത്തിൽ, അതിപ്പം സുംബ ഡാൻസിൽ പോയാൽ മാത്രമല്ല ആ വസ്ത്രധാരണം, വെളിയിലിറങ്ങുമ്പോഴായിരുന്നാലും നമ്മുടെ സമൂഹത്തിൽ നടക്കുമ്പോഴായിരുന്നാലും നമ്മുടെ ശരീരത്തിൽ മാന്യമായ വസ്ത്രം ധരിച്ചിരിക്കണം. അത് ഏത് തരത്തിൽ വേണമെന്നുള്ളത് ഓരോരുത്തരുടെയും മാന്യതയ്ക്കനുസരിച്ചിരിക്കും കേട്ടോ. അത് ഇന്നതുപോലെ ആകാവൂ എന്നൊന്നും ബൈബിൾ പറയുന്നില്ല. ഞാൻ സ്റ്റേറ്റ്സിൽ പഠിക്കുന്ന സമയത്ത് അവിടെ കണ്ടിട്ടുള്ള ഡ്രസ് മോഡൊക്കെ വളരെ വ്യത്യാസമാണ്. അപ്പോൾ നമുക്ക് അത് വലിയ ആദ്യമൊക്കെ ഒരു കൗതുകമാണെങ്കിലും പിന്നീട് അതൊരു കൗതുകമേ അല്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ ജീവിത ശൈലിയുടെ ഒരു ഭാഗമാണ്. നമ്മളതിനകത്ത് വലിയ പ്രാധാന്യമൊന്നും പിന്നീട് കൊടുക്കുകയില്ല. ആരംഭത്തിലൊക്കെ നമുക്ക് അയ്യോ ഇങ്ങനെയൊക്കെ ആണല്ലോ ഇവിടുത്തെ ജനങ്ങളെന്നൊക്കെ ഒരു പെട്ടെന്ന് ചിന്തയുണ്ടായ കാരണം നമ്മുടെ ഒരു കൾച്ചറിൽ നിന്ന് അവിടേക്ക് വേറൊരു കൾച്ചറിലേക്ക് നമ്മൾ പറിച്ചു മാറ്റപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചെറിയ പ്രശ്നം. പിന്നീട് നമ്മൾ ആ കൾച്ചറുമായിട്ട് നമുക്ക് ബന്ധപ്പെട്ട് പോകുമ്പോൾ അതിനകത്ത് വേറൊരു കണ്ണുകൾ നമുക്കുണ്ടാകുകയില്ല. സാധാരണ കണ്ണുകളേ ഉള്ളൂ. ആദ്യമേ എൻ്റെ കണ്ണും ശരിയായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ അതിനെ കയറി പിടിച്ചൊന്നും നിങ്ങൾ തർക്കിക്കാനൊന്നും നിൽക്കേണ്ട. എങ്കിലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ പൊതുവിലുള്ള. അപ്പോൾ വിശ്വാസികളെ പ്രകോപിപ്പിക്കുന്നത് ഒഴിവാക്കാൻ, അല്ലെങ്കിൽ അവരെ പ്രകോപിപ്പിക്കാൻ ഉദ്ദേശിച്ചത് അവരെ ഈ തിന്മയിലേക്ക് അവർക്ക് കൊടുക്കേണ്ടുന്ന ടെംപ്റ്റേഷൻ, വിശ്വാസികളെ ടെംപ്റ്റ് ചെയ്യുന്നതായിട്ടുള്ള പരിപാടികൾ മറ്റുള്ള ആർക്കും, വിശ്വാസികൾ മാത്രമല്ല വിശ്വാസികളുടെ വസ്ത്രധാരണം കൊണ്ട് മറ്റൊരാൾക്കൊരു ടെംപ്റ്റേഷൻ ഉണ്ടാകാൻ പാടില്ല. അതാണ് എൻ്റെ വളരെ കൃത്യമായ നിർവചനം. മനസ്സിലായി? അതാണ് ബിബ്ലിക്കൽ മോഡസ്റ്റി. വസ്ത്രധാരണത്തെ സംബന്ധിച്ചുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പം സുംബ മാന്യമല്ലാത്ത വസ്ത്രധാരണമോ പ്രകോപനപരമായ ചലനങ്ങളോ അനുവദിക്കുകയോ സാധാരണമാക്കുകയോ ചെയ്താൽ അത് ബൈബിൾ തത്വങ്ങൾക്കും വ്യക്തിപരമായ ബോധ്യങ്ങൾക്കും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മനസ്സാക്ഷി എന്നിവ ലംഘിക്കുന്നുണ്ടോ എന്ന് പങ്കെടുക്കുന്നവർക്ക് വിലയിരുത്തുവാൻ കഴിയുന്ന തരത്തിലായിരിക്കണം. അത് മാത്രമാണ് നമ്മൾ ആ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത്. അതിനെക്കുറിച്ച് വിശുദ്ധ ബൈബിൾ കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ തിരുവെഴുത്തിലെ ഒരു കേന്ദ്ര വിഷയം ഹൃദയത്തിൻ്റെ ദിശാബോധമാണ്. അതുകൊണ്ട് നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും എല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിനായി ചെയ്യുവീൻ. കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 31-ാം വാക്യം. അപ്പോൾ സ്വീകാര്യമായ ഒരു പ്രവൃത്തി പോലും സ്വാർത്ഥമായ ഉദ്ദേശത്തോടെയോ ധാർമ്മികവും ആത്മീയവുമായ അതിരുകളോടുള്ള അശ്രദ്ധയോടെയോ ചെയ്താൽ അത് ഒരു ആത്മീക അപകടമായി തന്നെ ആയിരിക്കും. അതിപ്പം സുംബോ ഡാൻസിൽ വസ്ത്രധാരണത്തെക്കുറിച്ച് മാത്രം പറഞ്ഞാൽ കാര്യമല്ല, മറ്റേത് കാര്യത്തിലായിരുന്നാലും നമ്മൾ അശ്രദ്ധയോടുകൂടെ സീമകൾ ലംഘിച്ചാൽ അത് അപകടം തന്നെയാണ്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരുപാട് കമൻ്റ് ഉണ്ടാവും. ഇതിനെക്കുറിച്ച് ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് അച്ഛൻ തന്തവൈബാണെന്ന് പറഞ്ഞേക്കാം. സാരമല്ല മക്കളെ, കാരണം ഇത് സത്യമാണ്. നമ്മൾ മാന്യമായി വസ്ത്രം ധരിച്ചെന്ന് ഇറങ്ങി നോക്കി. നിങ്ങളുടെ ആ വസ്ത്രധാരണം കാണുമ്പോൾ തന്നെ മറ്റുള്ളവർ നിങ്ങളെ വിലയിരുത്തും. നിങ്ങളുടെ സ്വഭാവം, നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ ഒക്കെ അവർക്ക് വിലയിരുത്താൻ സാധിക്കുന്നതാണ് നമ്മുടെ പുറമേയുള്ള നമ്മുടെ വസ്ത്രധാരണം എന്ന് പറയുന്നത്. നമ്മുടെ അകം മോശമായിട്ട് പുറമെ എങ്ങനെയും നന്നായി നടന്നാൽ മതിയോ എന്നുള്ളതാണ് അടുത്ത നിങ്ങളുടെ ഇതിനോടുള്ള ബന്ധപ്പെട്ട ചോദ്യം. അതിൻ്റെ മറുപടി അകവും വിശുദ്ധമായിരിക്കണം. അകം വിശുദ്ധമായിരുന്നാൽ പുറം വിശുദ്ധമായിരിക്കും. അതിന് യാതൊരു സംശയമില്ല. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കാം. അപ്പോൾ ഒരു വിശ്വാസിയുടെയും സുംബയിലെ ഇടപെടൽ കാമം, അഹങ്കാരം അല്ലെങ്കിൽ ലൈംഗികതയോടുള്ള ആകർഷണം എന്നിവയാൽ പ്രചോദിതമാണെങ്കിൽ അത് കർത്താവിനെ ബഹുമാനിക്കുന്നതിന് തടസ്സമായിരിക്കും എന്ന് തിരുവചനം യോഹന്നാൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 15-16 വാക്യങ്ങൾ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും നമ്മുടെ വസ്ത്രധാരണങ്ങളും എല്ലാം നമ്മൾ കേട്ടതുപോലെ നമ്മൾ എന്ത് ചെയ്താലും അത് കർത്താവിനൊന്നും ചെയ്യാൻ തക്കവണ്ണം ബാധ്യസ്ഥരാണ്. നേരെ മറിച്ച് ആരോഗ്യം, കൂട്ടായ്മ, അതാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ ആ ഒരു ആരോഗ്യത്തിനും കൂട്ടായ്മയ്ക്കും അതിനകത്ത് അധാർമിക ഘടകങ്ങളില്ലാത്ത ആരോഗ്യകരമായ നൃത്തപ്രകടനം ആസ്വദിക്കുവാനുള്ള ആഗ്രഹമാണ് നമ്മളിലുള്ളതെങ്കിൽ അത് തീർച്ചയായിട്ടും നമുക്ക് ഗുണകരമായി തീരും.
അത് ദൈവകേന്ദ്രീകൃത ജീവിതവുമായി പൊരുത്തപ്പെടും. ഒരാളുടെ പങ്കാളിത്തം വിശുദ്ധിയിൽ ജീവിക്കാനുള്ള കൽപ്പനയുമായി പൊരുത്തപ്പെടുന്നുണ്ടോ എന്നതാണ് പ്രധാനമായി നമ്മൾ ചോദിക്കേണ്ടത്. സൂംബ ഡാൻസ് കളിച്ചാലും കളിച്ചില്ലെങ്കിലും ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ സാധിക്കുമോ? അതിന് ഉപോത്ഫലവുമായിട്ട് പത്രോസ്ലിഹ എഴുതിയ ഒന്നാമത്തെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 15-16 വാക്യങ്ങളിൽ നമുക്കത് കാണുവാൻ സാധിക്കും. സുംബ ഡാൻസ് ഒരു ഏകശിലാരൂപമല്ല എന്നുള്ളത് ഞാൻ പറഞ്ഞു. വ്യത്യസ്ത ക്ലാസ്സുകളും ഇൻസ്ട്രക്ടർമാരും പ്രോഗ്രാമുകളും വ്യത്യസ്ത പ്ലേലിസ്റ്റുകളും ദിനചര്യകളും ഒക്കെ ഈ സൂംബ ഡാൻസിൽ ഉപയോഗിക്കുന്നുണ്ട്. ചില ക്ലാസ്സുകൾ ലൈംഗികതയെ പ്രകോപിപ്പിക്കുന്നതോ ലൈംഗികമായി നമുക്ക് കൂടുതൽ ഉത്തേജനം തരുന്നതോ ആയ പരിപാടികൾ അല്ലെങ്കിൽ ആ ഘടകങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. അത് ഓരോരുത്തർ ഏത് ഇൻസ്ട്രക്ടർ അത് ഉണ്ടാക്കുന്നു, എന്താണ് അയാളുടെ മോട്ടിവേഷൻ, അതിനെ ആശ്രയിച്ചാണത്. അത് നാം ഒഴിഞ്ഞിരിക്കണം അങ്ങനെയുള്ളത്. എന്നിട്ട് നമുക്ക് തന്നെ അതിനെ രൂപകൽപ്പന ചെയ്ത് ആ താളങ്ങളോ അല്ലെങ്കിൽ അതിന് വ്യത്യസ്തമായ താളങ്ങളോ നമുക്കുണ്ടാക്കാവുന്നതാണ്. എന്നാൽ വേറെ ചില സുംബോ ഡാൻസുകളുടെ പാട്ടുകളായിരുന്നാലും അതിൻ്റെ കായിക പരിശീലനങ്ങളായിരുന്നാലും അത് കുടുംബങ്ങൾക്ക് അനുയോജ്യമായ സംഗീതവും മിതമായ ചലനങ്ങളുമാണ് ഉപയോഗിക്കുന്നത്. നമുക്കെന്തുകൊണ്ട് അത് ഉപയോഗിച്ചുകൂടാ? നമുക്കത് ഉപയോഗിക്കാം. ഈ വൈവിധ്യം ക്രിസ്ത്യാനികൾ ഇനി പറയുന്ന കാര്യങ്ങളിൽ വിവേചന ബുദ്ധി ഉപയോഗിക്കണമെന്ന് വളരെ കൃത്യമായിട്ട് തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുകയാണ്. ഇനി പറയുന്നതായിട്ടുള്ള കാര്യങ്ങൾ വിവേചന ബുദ്ധി നമ്മളെല്ലാവരും ഉപയോഗിക്കണമെന്നാണ് ഞാൻ അർത്ഥമാക്കുന്നത്. 1, സംഗീതത്തിൻ്റെ ഗാനാത്മക ഉള്ളടക്കം. 2, നൃത്തത്തിൻ്റെ ശൈലിയും അത് ഇന്ദ്രിയപരമായ വികാരങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ എന്നതും. 3, നമ്മുടെ സാഹചര്യം, അന്തരീക്ഷം അത് വിശുദ്ധിയെ വളർത്തുന്നതോ പ്രലോഭനത്തെ വളർത്തുന്നതോ എന്ന് നമ്മൾ പരിശോധിക്കണം. അടുത്തത്, സ്വന്തം ആത്മീയ ദുർബലതയും മനസാക്ഷിയും വിശ്വാസികൾ എല്ലാം ശോധന ചെയ്ത് നന്മ മുറുകെ പിടിക്കണമെന്ന് തിരുവചനം പഠിപ്പിക്കുന്നുണ്ട്. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യത്തിൽ പറയുന്നതുകൊണ്ട് നാം കൂടുതൽ അതിനകത്ത് ജാഗ്രതയുള്ളവരായിരിക്കണം. മാത്രമല്ല കൂടുതലായി ആരോഗ്യകരമായ ഉള്ളടക്കമുള്ള ഒരു ക്ലാസ് നമ്മൾ തിരഞ്ഞെടുക്കണം. അല്ലെങ്കിൽ ഗാനങ്ങളുടെ തിരഞ്ഞെടുപ്പിനെക്കുറിച്ച് ഇൻസ്ട്രക്ടറോട് നമുക്ക് സംസാരിക്കാനുള്ള അവകാശമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. ചില കമ്മ്യൂണിറ്റികളിൽ വിശ്വാസാധിഷ്ഠിത സുംബ ബദലുകളോ ക്രിസ്തീയ മൂല്യങ്ങളുമായി പൊരുത്തപ്പെടുന്ന സ്വന്തം സംഗീതം പങ്കെടുക്കുന്നവർ തിരഞ്ഞെടുക്കുന്ന ക്ലാസ്സുകളോ ഒക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ആ വിധത്തിൽ എല്ലാവർക്കും കോമൺ ആയിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന പാട്ടുകൾ, അതൊരു മതത്തിൻ്റെ ആയിക്കോണമെന്നില്ല, ഒരു ആത്മീയ ഗാനമായിക്കോണമെന്നില്ല, നമുക്കൊക്കെ ഉൾക്കൊള്ളാവുന്ന നിരവധി പാട്ടുകൾ നമ്മുടെ ഗായകന്മാർ പാടിയിട്ടുണ്ടല്ലോ. അപ്പോൾ ആ പാട്ടുകളെല്ലാം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇത് നമ്മുടെ ഐക്യം, നമ്മുടെ മനസാക്ഷി, നമ്മുടെ ക്രിസ്തീയ സ്വാതന്ത്ര്യം ഇതെല്ലാം തന്നെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. റോമാലേഖനം 14-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ വിവിധ ആചാരങ്ങളെക്കുറിച്ചുള്ള വിശ്വാസികൾക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ അഭിസംബോധന ചെയ്താണ് സംസാരിക്കുന്നത്. ഒരാൾക്ക് അനുവദനീയമായത് മറ്റൊരാൾക്ക് ഇടർച്ചയായിരിക്കാം. മറ്റുള്ളവരെ പാപത്തിലേക്ക് നയിക്കാതിരിക്കാൻ ശ്രദ്ധയോടെ സ്നേഹത്തിൽ പ്രവർത്തിക്കുവാൻ തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ക്രിസ്തീയ വിശ്വാസികളായിട്ടുള്ളവർ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടുന്ന ഒരു കാര്യം ഈ ആധുനിക ഫിറ്റ്നസ് പ്രവർത്തനങ്ങളിലേക്കും ഈ ഒരു തത്വം വ്യാപിപ്പിക്കുക എന്നുള്ളതാണ്. ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് ആത്മീക സംഘർഷമല്ലാതെ പങ്കെടുക്കാനും ദൈവിക സാക്ഷ്യം നിലനിർത്താനും കഴിയുമെങ്കിൽ ദൈവത്തിൻ്റെ മാർഗനിർദ്ദേശപ്രകാരം വ്യക്തിഗത സ്വാതന്ത്ര്യത്തിന് വളരെ പ്രാധാന്യമുണ്ട്. സാധ്യമായ ആത്മീയ നേട്ടങ്ങൾ ദൈവത്തിൻ്റെ ദാനത്തിൻ്റെ കാര്യസ്ഥത എന്ന നിലയിൽ ശാരീരിക ആരോഗ്യ പരിപാലനത്തെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണം. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 29-ാം വാക്യം. 2, സമൂഹത്തെ കെട്ടിപ്പടുക്കുകയും പതിവ് വ്യായാമം നിലനിർത്തുന്നതിന് സാമൂഹ്യ പിന്തുണ നൽകുകയും നമ്മൾ ചെയ്യണം. 3, ശരിയായ മനോഭാവത്തോടെ ഏറ്റെടുക്കുകയാണെങ്കിൽ ഒരു മതേതര പശ്ചാത്തലത്തിൽ ക്രിസ്തുയേശുവിൻ്റെ മാതൃക പ്രകാശിപ്പിക്കുവാനുള്ള നല്ല ഒരവസരമായിരിക്കും ഇതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതിനകത്തെ പ്രായോഗിക മാർഗനിർദ്ദേശങ്ങൾ കൂടെ നിങ്ങളെ ശ്രദ്ധിക്കണം. 1, നിങ്ങളുടെ ഹൃദയത്തെ ദിനംതോറും പരിശോധിക്കുക. ദൈവ കേന്ദ്രീകൃതമായ ഒരു ശ്രദ്ധയുമായി അവ യോജിക്കുന്നുവോ എന്ന് ഉറപ്പാക്കണം. നമ്മളെ ഏതെങ്കിലും പ്രലോഭനങ്ങളിലോ നമ്മുടെ തെറ്റായ മനോഭാവങ്ങളിലേക്കോ പോകുന്നുണ്ടോ എന്ന് സങ്കീർത്തനം 139-ന്റെ 23-24 വാക്യങ്ങളെ ആസ്പദമാക്കി പരിശോധിക്കണം. അവസാനമായിട്ട് പരിസ്ഥിതിയെ വിലയിരുത്തുക. സംഗീതം, ചലനങ്ങൾ, സാമൂഹ്യ സ്വാധീനം എന്നിവ നിരീക്ഷിക്കുക. അത് വേദപുസ്തക മൂല്യങ്ങളുമായി പൊരുത്തപ്പെടുന്നില്ലെങ്കിൽ അതിന് ബദലായി
ഒന്ന് നിങ്ങളെ രൂപപ്പെടുത്തുകയും നമ്മുടെ വസ്ത്രധാരണത്തിൽ ജ്ഞാനം പ്രയോഗിക്കുകയും വ്യക്തിപരമായ ബോധ്യങ്ങൾ ഉയർത്തിപ്പിടിക്കുകയും പ്രലോഭനങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് വളരെ കൃത്യതയോടുകൂടെ ആത്മീയമായ ജാഗ്രത പാലിച്ചുകൊണ്ട് ഈ നൃത്തമോ ഈ ചലനങ്ങളോ അതൊക്കെ നമ്മുടെ ശാരീരിക വളർച്ചയ്ക്കും സമൂഹത്തിന് പൊതുപ്രയോജനത്തിനും കാരണമായി തീരണം. അത് നമ്മുടെ മാനസിക ഉല്ലാസത്തിനും കാരണമായി തീരും എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവുണ്ടായിട്ട് നിങ്ങളത് മറ്റുള്ളവർക്കും കൂടെ ഫോർവേഡ് ചെയ്യുകയും പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഇത് അയച്ചു കൊടുക്കുകയും അതോടൊപ്പം തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവുണ്ടായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. നിങ്ങൾ ബെൽ ബട്ടൺ അമർത്തുമ്പോൾ നിങ്ങൾക്ക് ഞാൻ വിടുന്ന മറ്റുള്ള വീഡിയോകളും നിങ്ങളുടെ ഡിവൈസസിൽ വരുന്നതായിരിക്കും. അതുകൊണ്ട് ദയവുണ്ടായിട്ട് നിങ്ങൾ ആ കാര്യം കൂടെ ചെയ്യുമല്ലോ. താങ്ക് യു വെരി മച്ച്.